ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡോക്ടർ തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൈലോസ് പൗഡറും അതുപോലെ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നീഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വൈറ്റ് കളർ ഫോണ്ടൻറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് കളർ ഫോണ്ടൻറ്റിലേക്ക് കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് ഫോണ്ടൻ്റ് ആക്കിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഫോണ്ടൻറ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോഴത്തേന് എല്ലാ ഭാഗവും ഈവനായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി റോൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫോണ്ടന്റിനെ ആദ്യം ഒരു വി ഷേപ്പിലേക്ക് ആക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് എൻഡും ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കയ്യിൽ വെച്ചൊന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് രണ്ട് പീസായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഇത്രയും വലിപ്പം വേണ്ട, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് ഒന്നും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് ഷോർട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് സ്റ്റെതസ്കോപ്പിൻ്റെ ആ ഒരു ഇയർബഡ് ചെയ്യാനായിട്ടാണ്. ഇനി അത് കൈവച്ചിട്ട് മെല്ലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഇതുപോലുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതില്ലേലും കുഴപ്പമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഹോൾ പോലെ ആക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടും ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടന്റ് എടുത്തിട്ട് അതും ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ കുറച്ചൊരു തിക്നെസ്സിൽ ഒന്ന് റോൾ ചെയ്യുക. ഒരേ തിക്നെസ് തന്നെ റോൾ ചെയ്യുമ്പോഴത്തേന് ഒരേ തിക്നെസ്സിൽ തന്നെ റോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എത്ര നീളമാണോ വേണ്ട അതിനനുസരിച്ചൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം, എങ്ങനെ വേണം എന്നുള്ള രീതിയിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അളവൊക്കെ നീളമൊക്കെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം അതൊന്ന് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ആ ഗ്രേ ഷെയ്ഡിലുള്ള ആ ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ്. അതൊന്ന് ഗ്ലൂ തേച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഗ്രേ ഷെയ്ഡിലുള്ള ആ ഒരു ഫോണ്ടന്റ് നല്ല കുറച്ച് തിക്നെസ്സിലൊന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലുള്ള കുക്കി കട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്റ്റെതസ്കോപ്പിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ വരുന്ന ഭാഗത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതേ ഷെയ്ഡിലുള്ള ഫോണ്ടന്റ് പരത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ കുക്കി കട്ടറിൻ്റെ കുറച്ചുകൂടെ ചെറിയ സൈസിലുള്ള ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അതും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിനേക്കാളും ചെറിയൊരു പോർഷൻ കൂടി നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ബ്ലാക്ക് കളറാണ്. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ കുറച്ച് തിക്നെസ് അത്യാവശ്യം നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു നോസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ ഞാൻ ഇതുപോലെ ഒന്ന് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഒരേ ലെവലിന് തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോർഷനിലൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എക്സസ് ആയിട്ടുള്ളതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഷേപ്പ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റെതസ്കോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പാണ് ചെയ്യാനുള്ളത്. അതിന് ഈ ഗ്രേ ഷെയ്ഡിലുള്ള ഫോണ്ടൻ്റ് ഒന്ന് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്കെയിലിൻ്റെ സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ടാബ്ലറ്റ്സ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പീച്ച് കളറിലുള്ള ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്ട്രിപ്പിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കണം. അതുപോലെ തിരിച്ചും ഇങ്ങനെ കുറച്ച് മാർക്കിങ്സ് കൊടുക്കുക.
പിന്നെ ജസ്റ്റ് അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ടാബ്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ടാബ്ലറ്റിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലൂടെ ഈ ഒരു രീതിയിലൊരു മാർക്കിങ്സും കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടാബ്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ടൈപ്പിൽ നമുക്ക് ക്യാപ്സ്യൂൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് കുറച്ച് റെഡ് കളർ ഫോണ്ടൻ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. അതേ ഷേപ്പിന് തന്നെ നമ്മൾ വൈറ്റ് കളർ ഫോണ്ടൻ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്തിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് പോർഷൻസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി ഒരു ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ അതുപോലെ കുറച്ച് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാപ്സ്യൂൾസും റെഡി ആയിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഏതൊക്കെ കളറിൽ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ബാൻഡേഡ് ചെയ്യാനായിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പീച്ച് കളർ ഒന്ന് റോൾ ചെയ്തിട്ടുണ്ട്. അതിനത് ഇതുപോലുള്ളൊരു നോസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് റൗണ്ട് ഷേപ്പ്. ഇനി അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻ്റ് റോൾ ചെയ്തിട്ട് അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു റൗണ്ടിനേക്കാളും ചെറിയ റൗണ്ട്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ടൂള് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പെന്നിൻ്റെ ടിപ്പോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ടിപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാൻഡേഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഞാൻ ചെയ്ത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നീളത്തിലുള്ള ഒരു ബാൻഡേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാൻഡേഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ റെഡ് കളർ ഫോണ്ടൻ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ജെൽ കളറും അതുപോലെ തന്നെ ബ്രഷും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ECGയുടെ ആ ഒരു ലൈൻസ് ഇല്ല അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹാർട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ നേരത്തെ തന്നെ എൻ്റെ കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്ക് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ക്രീം ഇട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ആദ്യം മുകൾ ഭാഗത്താണ് ക്രീം കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്രീം കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡ് പോർഷനിൽ നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ ക്രീം ഒന്ന് കൊടുക്കുകയാണ്. സൈഡ് പോർഷനിലേക്ക് ക്രീം കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് മേളിലേക്ക് വരുന്ന ക്രീം സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. വീണ്ടും സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. വീണ്ടും എക്സസ് ആയിട്ട് വരുന്ന ക്രീം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു പ്രോസസ്സ് കേക്ക് നല്ലോണം ഫിനിഷ് ആകുന്നത് വരെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് പിങ്ക് കളർ ക്രീം എടുത്തിട്ടുണ്ട്. മാജിക് കളേഴ്സിൻ്റെ റേഡിയൻ പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ ഈ ഏറ്റവും താഴത്തെ പോർഷനിലൊന്ന് 2-3 ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഷേപ്പാക്കി കൊടുത്തു. 2 ഷെയ്ഡ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കേക്ക് ബോർഡ് നല്ലതുപോലെ തന്നെ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുകയാണ് മേളത്തെ പോർഷനിൽ മാത്രമായിട്ട്. അപ്പോൾ ഇതേ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീമൊക്കെ കൊടുത്ത്. അപ്പോൾ മേളിൽ ഞാൻ ഷാർപ്പ് എഡ്ജെല്ലാം കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ കേക്കിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം സ്റ്റെതസ്കോപ്പ് ഇതുപോലെ ആദ്യം അതിൻ്റെ ആ ഒരു ഇയർ പോർഷൻ വെച്ചു.
എന്നിട്ട് ബാക്കിയുള്ള പോർഷനും ഇതുപോലെ ഒന്ന് പതുക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ ഉള്ള ആ ഒരു ഡസ്റ്റ്, കോൺഫ്ലോറിൻ്റെ ആ ഒരു പൊടിയൊക്കെ ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്ത് കളഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സ്യൂൾസൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് പല സ്ഥലത്തായിട്ട് മാറ്റി മറിച്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കേക്കിൻ്റെ ബോർഡിലേക്ക് ഞാനിതുപോലെ പേരെഴുതിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാൻഡേഡും നമ്മുടെ ടാബ്ലറ്റും എല്ലാം തന്നെ അതിലേക്ക് ഓരോ സ്ഥലത്തായിട്ട് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് ഇത് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ കേക്കിന് കുറച്ചും കൂടി ഒന്ന് ഷൈനിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ആ ഒരു സിൽവർ ഡസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.